ഇന്ന് നമ്മൾ സീലിംഗ് ഫാനിന്റെ വയറിംഗ് എങ്ങനെയാണ് മാറ്റണം എന്നുള്ളതാണ് നോക്കുന്നത്. സീലിംഗ് ഫാനിന്റെ വയറിംഗ് സൗണ്ട് ഉണ്ടാകുക, കറക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കാര്യമായിട്ടുണ്ടാകും. അതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് രാത്രിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ വയറിംഗ് മാറ്റൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ. നമുക്ക് ഇതിൻ്റെ വൈൻഡിങ് അയക്കാവുന്നതാണ്. ഇതിങ്ങനെ ഊരിയതിന് ശേഷം വൈൻഡിങ്ങിൻ്റെ ഷാഫ്റ്റ് വെച്ച് പതുക്കൊന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ പോരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് ഈ വയറിങ്ങാണ് ഇതിൻ്റെ മാറ്റേണ്ടത്. ഈ വയറിങ് മാറ്റണം, ഈ വയറിങ്ങാണ് മാറ്റേണ്ടത്. രണ്ട് വയറിങ് മാറ്റാൻ വേണ്ടി ഈ വയറിങ് മാറ്റാൻ ഒരു ഷാഫ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനത്തെ ഷാഫ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേടി കൊടുത്താൽ പോരുന്നതാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ മേടുന്നല്ല. ഇത് അഴിക്കാനുള്ളൊരു ടൂളുണ്ട്. ഈ ടൂൾ വെച്ച് ഈ ടൂൾ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അയക്കാവുന്നുള്ളൂ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ അയക്കാവുന്നതാണ്. ഈ ടൂൾ വെച്ചാണ്ടാണ് അയച്ചത്. അത് കാണിച്ചു തരാം. എൻ്റെ പിള്ളേർ ഇങ്ങനെ കുടിക്കിയിട്ടുണ്ട്. കുടിക്കുന്നതിന് ശേഷം സിമ്പിളായിട്ട് ഇങ്ങനെ പോരുന്നതാണ്. വയറിങ് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പോകുന്നുണ്ട്. ഈ വയറിങ് മാറ്റേണ്ടതാണ്. വയറിങ് അടിയിലെ വയറിങ് ഇത് നമ്മൾ വയ്ക്കണം.
രണ്ട് വയറിങ്ങാണ് നമുക്ക് മാറ്റേണ്ടത്. ഹലോ, വയറിങ്ങൾ കണ്ട് പുതിയ വയറിങ് ഇട്ടുണ്ട്. ഈ വയറിങ് മാറ്റിയിട്ടുണ്ട്, ഈ വയറിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വയറിങ് മാറ്റിയത് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ പഴയ കണക്ഷനൊക്കെ അതേ മോഡലിന് വേണം. വേണ്ടത് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ, പതുക്കെ പ്രസ് ചെയ്താൽ തന്നെ ഒരു ടൈറ്റ് ഉണ്ടാകാൻ സാധ്യത. അതാക്കാം. ഇത് കൊടുക്കുമ്പോൾ പ്ലെയർ സ്പ്രിങ് ഇടാൻ മറക്കരുത്. ഇതിന് വരുന്ന സ്പ്രിങ്ങാണ്. സ്പ്രിങ് കൊഴിഞ്ഞാടാതെക്കാനാണ് ഇങ്ങനെ ചെരിച്ച് വെച്ചാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് ടൈറ്റ് ആണ്ട്. ടൈറ്റ് ആകുമ്പോൾ അപ്പോൾ ഈ ഹോൾസ് ഇതിന് കണക്കാക്കിയിട്ട് ടൈറ്റ് ആക്കണം. വേണ്ടോ, ആ നെറ്റിടാനുള്ള ഹോൾസ് കറക്റ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് കൊടുങ്ങുള്ളൂ. ഇതെല്ലാം ബോൾട്ടും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈറ്റ് ആക്കി നോക്കിയിട്ട് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടോ, ഫ്രീ ആയിട്ട് സൗണ്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വയറിങ് കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും മാറാൻ പാടില്ല. ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചത് എങ്ങനെയാണോ അതിൽ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണ്. കണക്ഷൻ അയച്ചത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് അതേ മോഡലിന് കൊടുക്കണം. നമ്മളത് കറങ്ങുള്ളത് ഈ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കറങ്ങാണ്. കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. മുകളിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ബോൾട്ടിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതിൻ്റെ കണക്ഷൻ ഉള്ളിൽ നിന്ന് വരുന്ന 3 വയർ, ഇതിന് ബൈൻഡിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന 3 വയർ, ഈ റെഡ്, യെല്ലോ, ബ്ലാക്ക്, 3 വയർ കണ്ടിന്യൂറ്റി കിട്ടണം. കണ്ടിന്യൂറ്റി പറഞ്ഞാൽ കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ ബൈൻഡിങ് ക്ലിയർ ആവുള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് കണക്ഷൻ കിട്ടാനോ ബൈൻഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഫാനാണെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം കൂടി വേണ്ടതാണ്. നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു ലോക്ക് നിർബന്ധമായിട്ട് ഇടേണ്ടതാണ്. അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ ഈ നെറ്റ് ലൂസായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഊരിച്ചാടും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ആ പിടുത്തത്തിൽ അവിടെ നിന്നു. നിർബന്ധമായിട്ട് തരണം. ഈ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എവിടെയായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വയറിങ്ങിന് സൗണ്ടൊന്നുമില്ല. ഇത് വയറിങ്ങിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നത്തിന് കൊടുക്കുന്നതായിരുന്നു. സൗണ്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇത് പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടോ ചെക്ക് ചെയ്യൽ അങ്ങനെയാണ്. പിന്നെ വയറിങ്ങിൻ്റെ ഇതും ചെക്ക് ചെയ്താൽ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ.